ഒന്നാം തീയതി ഒരു ചെറിയ ബ്രേക്ക് വന്ന് എന്റെ റെക്കോർഡ് ഓഫ് ആയി എന്താണെന്നറിയില്ല. എന്തായാലും ശരിയാക്കിയിട്ടുണ്ട്. അപ്പോ എന്താണ് നമ്മള് പറഞ്ഞു തുടങ്ങിയത് ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഫൗണ്ടേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ അല്ലെ. അപ്പോ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ട് തന്നെയാണ് ഇതിലും പ്രതിപാദിക്കുന്നത്. അതായത് വ്യക്തിഗത പെരുമാറ്റത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വ്യക്തിഗത പെരുമാറ്റം തന്നെയാണ്, പെരുമാറ്റ ശാസ്ത്രം. അതായത് ഓരോ ഹ്യൂമൻ ബീയിങ്ങിന് വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ കൃത്യമായിട്ട് വിവരിച്ച് പറയുന്നത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള പേഴ്സൺ, വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ ആണെന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് വിവരിച്ച് പറയുന്നത്. നമുക്ക് നോക്കാം. ഹ്യൂമൻ ബിഹേവിയർ എ ഫിനോമിനൻ thus it is most difficult to define in absolute terms. Okay, അതായത് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഓരോ ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചിട്ട് ഇന്ന വ്യക്തിത്വമാണ് എന്നുള്ളത് കൃത്യമായിട്ട് പ്രവചിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം അവരുടെ ക്യാരക്ടറൊക്കെ അല്ലെ ഓരോ പോലെ നമുക്ക് ഒരേപോലെ തന്നെ എന്താ പറയുക അനുയോജ്യമായ രീതിയിൽ നമുക്ക് നിർവഹിച്ചെടുക്കാൻ പാടില്ല, പറ്റൂല അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ ആണ് ഓരോരുത്തർക്കും ഉള്ളത്. Then it is primarily a combination of a response to external and internal stimuli. അതായത് അവരുടെ ആന്തരികമായിട്ടും അല്ലെങ്കിൽ അല്ലെ എക്സ്റ്റേണൽ ആയിട്ടും പുറമേ നിന്നുള്ള ചില ഉത്തേജനത്തിന്റെ ഒരു ആകെത്തുകയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ജനറ്റിക് ആയിട്ട് കുറെ കഴിവുകളും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അവർ എക്സ്റ്റേണൽ ആയിട്ട് കുറെ കൂടി നേടിയെടുത്ത കുറെ വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാത്തിന്റെയും ഒരു ഫലമായിട്ട് അവര് എന്താണോ അല്ലെ അത് പ്രത്യേകമായിട്ട് അവിടെ പ്രകടിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രകടിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ വ്യക്തിത്വം മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ ആ ഉത്തേജിപ്പിക്കുന്ന ഒരു രീതി അല്ലെ അവര് തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അല്ലെ ചിലരെ നമുക്കറിയാം അവരുടെ നേച്ചർ ഇച്ചിരി നല്ല നേച്ചറാണ്. അപ്പൊ അവരുടെ ചില സിറ്റുവേഷൻസിൽ അവര് പ്രകടിപ്പിക്കുന്ന ആ ഒരു വ്യക്തിത്വം മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് അങ്ങനെ പറയുന്നത്. ശരിയല്ലേ അല്ലെ? ചിലപ്പോ എന്തെങ്കിലും എന്താണ് ഫീലിങ്സ് നിറഞ്ഞ അവസരത്തില് അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ സപ്പോർട്ടിന് സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള മനോഭാവം എന്നൊക്കെ പറയുന്നത് അത് ഉള്ളില് ഒളിഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അപ്പൊ അതാണ് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, പ്രേരക ഘടകമായിട്ട് അവന്റെ ഉള്ളിലുണ്ടാവുന്നത്, ആ ബിഹേവിയറിൽ നിറഞ്ഞു നിൽക്കുന്നത്. These responses would reflect the psychological structure of the person and may be result of a mixture of a biological and psychological process. Interact them, respond to them in a suitable manner and learn from the result of these responses. Okay, അപ്പൊ നമുക്കല്ലേ ചിലപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവര് പ്രകടമാകുന്ന ചില കാര്യങ്ങളൊക്കെ അല്ലെ ചിലര് ചിലപ്പോൾ ചെയ്യുന്നവരൊക്കെ ആഗ്രഹം പറയുക ചെയ്യും. പക്ഷെ എന്താ പറയാ ചില സമയത്ത് അവര് സന്ദർഭത്തില് ചിലപ്പോ ഫിസിക്കലി അവര് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല അല്ലെ. മെയ് ഇറങ്ങി ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും വർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ടൈമിലൊന്നും അവര് സപ്പോർട്ട് ചെയ്യാത്ത ഒരു നേച്ചറിലൊക്കെ ആയിരിക്കും അവര് പോകുന്നത് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു ബയോളജിക്കൽ ആൻഡ് അല്ലെ എന്താ പറയാ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആ പ്രോസസ്സ് അതാണ് അവരെ കൊണ്ട് റെസ്പോൺസ് ചെയ്യിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഏതൊരു ഹ്യൂമന്റെ ബീയിങ്ങിന്റെ ഈ ഒരു റെസ്പോൺസ് അത് ലേൺ ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ നമ്മള് പ്രധാനമായിട്ട് നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലൊക്കെ ആവുമ്പോൾ വിവിധ ജോലികളിലൊക്കെ നമ്മൾ ഓരോരുത്തരെ നിയമിക്കുമ്പോൾ ആ വ്യക്തികൾക്ക് ഇതിന്റെ സിറ്റുവേഷൻസിലൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പ്രാപ്തി ഉണ്ടോ അല്ലെ, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ഇൻ കേസ് എത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജുകളിൽ അല്ലെങ്കിൽ ഇത്രയും ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ അല്ലെ. അത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് അവർക്ക് അത്തരത്തിലുള്ള ജോലികളൊക്കെ കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ എടുത്തു പറയുന്നത് റെസ്പോണ്ട് ടു ദം ഇൻ എ സ്യൂട്ടബിൾ മാനർ ആൻഡ് ലേൺ ഫ്രം ദ റിസൾട്ട് ഓഫ് ദീസ് റെസ്പോൺസ്. അപ്പൊ ഈ റെസ്പോൺസിനെ കുറിച്ചിട്ട് പഠിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ശരിയാണോ? കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? യെസ്, നമുക്ക് നോക്കാം. That psychology Kurt Lewin has conducted considerable research into human behavior and its causes. Okay, നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോവാം. എന്താണ് psychology Kurt Lewin has conducted considerable research into human behavior and its causes. Okay, ഓരോ ഹ്യൂമൻ ബീയിങ്ങിന്റെയും അല്ലെ അവിടെ കൃത്യമായിട്ട് തന്നെ റിസർച്ച് ഗവേഷണം നടത്തിയിട്ട് അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. He believes that
people are influenced by a number of diversified factors. വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ people പ്രചോദിതരാകുന്നുണ്ട്. Both the genetic and environment and the influence of these factors determines the pattern of behavior. അതായത് ജനിതകമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ചിലര് നമ്മൾ പറയും അവര് എന്താണ് അക്കാദമിക് ആയിട്ടൊക്കെ നല്ല നോളജ് നല്ല എഫേർട്ട് എടുത്ത് നല്ല റിസൾട്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ അവർക്ക് ചെയ്യാനായിട്ടുള്ള കഴിവ് കുറവായിരിക്കും. അതേസമയം ചിലരെ സംബന്ധിച്ച് അക്കാദമിക് ക്വാളിഫിക്കേഷനേക്കാൾ ഉപരി അവർക്ക് ചെയ്യാനുള്ള കഴിവ് ഭയങ്കര കൂടുതലായിരിക്കും. അതായത് ജനിതകമായിട്ട് അവർക്ക് കുറെ ഘടകങ്ങൾ അവർക്ക് അല്ലെ അവർക്ക് പരമ്പരാഗതമായിട്ട് ലഭ്യമായിട്ടുണ്ടാവും ഇല്ലേ? എങ്ങനെയൊക്കെയുള്ള ചാൻസ് ഇല്ലേ? ഉണ്ടാവില്ലേ? അല്ലേ? ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? ഉണ്ട് അല്ലെ? അപ്പൊ രണ്ട് കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ് ജനറ്റിക് ആയിട്ട് അല്ലെ. നമുക്ക് ചില ഡ്യൂട്ടികളൊക്കെയാണ് ഒരു പ്രത്യേക ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില വ്യക്തികള് അല്ലെ വളരെ കമ്പല് ചെയ്ത് പഠിപ്പിക്കുന്ന വ്യക്തികൾ കമ്പല് ചെയ്ത് പഠിപ്പിക്കരുതെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാവും? അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ കമ്പല് ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വർക്ക് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും? അവര് ആ പ്രസൻസ് അല്ലെ കാണിക്കാനായിട്ട് വൈമുഖ്യം കാണിക്കും. കാരണം അവർക്ക് ഇഷ്ടമില്ലാതെ അവര് പഠിച്ച് കുറച്ച് ക്വാളിഫിക്കേഷനും മാർക്ക് മാത്രമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. പക്ഷെ ഇഷ്ടപ്പെട്ട കോഴ്സ് ഒക്കെ ആവുമ്പോൾ എന്താ പ്രത്യേകത? അവർക്ക് രണ്ടും ചെയ്യാനായിട്ടുള്ള ഒരു അല്ലെ കൃത്യമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അവരിൽ ഉണ്ടാവും. സോ അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അവരുടെ ക്വാളിഫിക്കേഷൻ മാത്രം നോക്കിയിട്ട് അല്ലെ അവരുടെ ആ ഒരു റിസൾട്ട് മാത്രം നോക്കിയിട്ട് അവർക്ക് ജോലി തിരഞ്ഞെടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആണ്. കാരണം അവരിൽ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് എന്താണ് വർക്കിംഗ് ടൈമിൽ ചിലപ്പോൾ വേണമെങ്കിൽ അത് പ്രകടമാക്കണമെന്നില്ല. പെർഫോമൻസ് നോക്കുമ്പോൾ അവർ പ്രകടമാക്കണമെന്നില്ല. പക്ഷെ അല്ലാതെ വാക്കുകളെ നമുക്കറിയാം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതൊക്കെ കുറവാണെങ്കിലും ചിലര് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതും ഓക്കെ. അതാണ് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്ത് പറയുന്നത്. ബോത്ത് ജനറ്റിക് ആൻഡ് environment and the influence of these factors that determine the pattern of behavior. അതാണ് അവരുടെ ബിഹേവിയറിൽ വരുന്ന തീരുമാനമെടുക്കേണ്ട ഘടകങ്ങൾ എന്താ പ്രധാനമായിട്ട് ആരെ വിശേഷിപ്പിക്കുന്ന എങ്ങനെ വിശേഷിപ്പിക്കും. അപ്പൊ ഈ ഒരു സൈക്കോളജിക്കൽ കാര്യങ്ങൾ അല്ലെ അത് ആര് ഗവേഷണാർത്ഥമാണ് നോട്ട് ചെയ്ത് പോവുക. അദ്ദേഹത്തിന്റെ ഡൈവേഴ്സിറ്റി ഫാക്ടേഴ്സ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഓർത്ത് വെക്കുക ജനറ്റിക് ആൻഡ് എൻവയറൺമെന്റ്. അതൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. Then anytime people buy something, for example a car, both the buyer and the seller sign a contract that specific the terms of the sales agreement. Okay, നമ്മൾ ഏതെങ്കിലും പേപ്പേഴ്സ് എന്തെങ്കിലും സ്ഥലങ്ങൾ കരസ്ഥമാക്കുമ്പോൾ അല്ലെ ഒരു കാർ മേടിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും എന്താണ് മേടിക്കുന്ന പർച്ചേസ് ചെയ്യുന്ന വ്യക്തി സെല്ലർ നമ്മളെ നല്ലൊരു എഗ്രിമെന്റ് അവർ സൈൻ ചെയ്യും അല്ലെ. നമുക്കറിയാം ഇത്ര പേയ്മെന്റ് നടത്തിയാലാണ് ആ കാർ അവർ വിട്ടു തരുള്ളൂ. ശരിയല്ലേ? അല്ലേ? അല്ലാതെ പേയ്മെന്റ് കൊടുക്കാതെയൊന്നും അവർ ആ കാർ തരില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ബേസിലാണ് അവർക്ക് ലഭ്യമാക്കുന്നത് അല്ലെ. അതുമാതിരി തന്നെ ലൈക്ക് വൈസ് മോസ്റ്റ് പീപ്പിൾ when they begin a working relationship with an organization formulate a psychological contract with their employer. Then a psychological contract is the overall set of anticipation that an individual holds with respect to his or her contribution to the organization and the organization's response to this contribution. Okay, നമ്മളിപ്പോ അതുപോലെ തന്നെയാണ് ഒരു ജോലി സ്ഥലത്തും എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മളൊരു കാർ മേടിക്കാൻ പോകുമ്പോൾ ഒരു പേയ്മെന്റ് കൊടുക്കുന്നതനുസരിച്ചിട്ട് മാത്രമാണ് ആ കാർ വീട്ടിൽ തരുന്നതെങ്കിൽ നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന സാലറി കിട്ടുമെന്നുള്ളത് ഓക്കെ ആ എഗ്രിമെന്റിന്റെ ബേസിൽ കിട്ടുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നമ്മൾക്ക് എന്താണ് അവിടെ കൃത്യമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് begin working relationship with an organization, formulate a psychological contract with their employer. ആ എംപ്ലോയർ തമ്മിൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് അതിൽ ഏർപ്പെടുന്നുണ്ട്, പോപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. സൈക്കോളജിക്കൽ കോൺട്രാക്ട് ഈസ് ദ ഓവറോൾ സെറ്റ് ഓഫ് ആന്റിസിപ്പേഷൻസ് അല്ലെ. അവിടെ എംപ്ലോയി സാലറി മാത്രമല്ല പ്രതീക്ഷിക്കുന്നത് അല്ലെ. തൊഴിലാളി എന്താ പറയുന്ന കഷ്ടപ്പെട്ട പണിയെടുത്തോളാം എന്ന് പറഞ്ഞാലേ ചൂടും എല്ലാം സഹിച്ചുകൊണ്ട് പണിയെടുത്തോളാം നല്ലൊരു കോൺട്രാക്റ്റിലല്ല ഏർപ്പെടുന്നത് അല്ലെ. അതായത് നല്ല മതിയായ വർക്കിംഗ് കണ്ടീഷനും മതിയായ സൗകര്യങ്ങളും എല്ലാം അവൈലബിൾ ആക്കുന്നതോടൊപ്പം തന്നെ അവരുടെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള സാലറി കിട്ടണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത് അല്ലെ. അങ്ങനെയല്ലേ ആഗ്രഹിക്കുക? നമ്മളെല്ലാവരും ജോലി ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം നല്ല അല്ലെ വർക്കിംഗ് കണ്ടീഷൻസും സ്ട്രെസ് ഒന്നും ഇല്ലാത്ത
ഒരു അന്തരീക്ഷമൊക്കെ ആഗ്രഹിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്ന ഒരു സൈക്കോളജിക്കൽ കോൺട്രാക്ട് അല്ലെ, ഒരു മാനസികമായിട്ടൊരു ഐക്യത്തിന്റെ ഒരു കോൺട്രാക്ടും കൂടി അവിടെ വരുന്നുണ്ട്. അതായത് നമ്മൾ സാലറി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ആ ഒരു എംപ്ലോയറിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ സൈക്കോളജിക്കൽ കോൺട്രാക്ട് ഇസ് ഓവറോൾ സെറ്റ് ഓഫ് ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പ്രതീക്ഷയും ഉണ്ട്. എംപ്ലോയിനെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള പ്രതീക്ഷയും കൂടി അർപ്പിച്ചിട്ടാണ് ആ ജോലി വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. Respected to his or her contributions to the organization and the organization is responsible to these contributions. അപ്പൊ എംപ്ലോയി ഇങ്ങനെ അദ്ദേഹത്തിന്റെ ടൈമൊക്കെ അല്ലെങ്കിൽ ആരോഗ്യമൊക്കെ എടുത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ അല്ലെ സംഭാവന ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതോടൊപ്പം തന്നെ ഓർഗനൈസേഷനും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തയ്യാറാവണം. സാലറി മാത്രമല്ല വർക്കിംഗ് കണ്ടീഷൻസോ അല്ലെങ്കിൽ അതിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള അല്ലെ നമുക്കറിയാം സ്റ്റാറ്റസ് ഒക്കെ കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും വ്യക്തികൾ ചില ജോലികളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. സോ അതിനനുസരിച്ചുള്ള സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അവർക്ക് പകർന്നു കൊടുക്കേണ്ട ആവശ്യം. Psychological conduct is not written down like a legal agreement. ഈ സൈക്കോളജിക്കൽ കോൺട്രാക്ടിന്റെ പ്രത്യേകത എന്താണ്? ഒരു ലീഗൽ എഗ്രിമെന്റ് പോലെ നമുക്ക് ഇന്ന സാലറിയിൽ ഇത്രയും വർക്ക് ചെയ്താവാ എന്നുള്ള എഗ്രിമെന്റിനേക്കാൾ അപ്പുറം ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. അത് എന്താണ്? അത് റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത്. അത് സൈക്കോളജി എല്ലാം ഈ എംപ്ലോയീസും ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ. അവരെ ചൂടത്ത് നിന്ന് പണിയെടുത്തോളാനോ അല്ലെങ്കിൽ എന്താണ് ഏത് തരത്തിലുള്ള പണി ചെയ്തോളാമെന്നൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അത് നിശ്ചിതമായിട്ടുള്ള ഒരു ഡ്യൂട്ടി അവർക്ക് നല്ല മതിയായ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്ത് ഇവിടെയാണ് എടുക്കാനായിട്ട് അവര് തയ്യാറാവുന്നത്. അതൊക്കെ സൈക്കോളജിക്കലി അവർ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ചെയ്യണോ? സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ചെയ്യണോ? Okay, slide തന്നെ പോവാണ്ട. Then we look, the individual makes a variety of contributions to the organization. Okay, individual സംബന്ധിച്ച് അതായത് ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് അദ്ദേഹം കുറെ കാര്യങ്ങൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ്? എഫേർട്ട്, സ്കിൽസ്, അബിലിറ്റി, ടൈം, ലോയൽറ്റി ആൻഡ് സോ ഫോർത്ത്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ എഫേർട്ട് അല്ലെ, അവരുടെ എഫേർട്ട് മുഴുവൻ എടുത്തിട്ടാണ് അവര് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ കഴിവ് അവർ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ അല്ലെ നോളജ് അനുസരിച്ചിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസ് ഒക്കെ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ടൈം അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വിശ്വസ്തതാപൂർവമാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലെ. എനിക്ക് സാലറി കിട്ടും അല്ലെങ്കിൽ നല്ല ഒരു രീതി അല്ലെ. നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു തൊഴിലാണെങ്കിലും അവർ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ബെറ്റർ റിസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഞങ്ങളൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ പഠിപ്പിക്കുമ്പോൾ മാത്രമല്ലേ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പഠിപ്പിച്ചില്ല, വെറുതെ തപ്പായിട്ട് എടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവർ നിങ്ങൾക്ക് അല്ലെ ഏം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അല്ലെ ക്ലിയർ ഔട്ട് ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു എംപ്ലോയിയും നല്ല എഫേർട്ട് എടുത്ത് അവരുടെ പരമാവധി എബിലിറ്റീസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് അവരുടെ സമയം ചെലവഴിച്ച് വിശ്വസ്തതാപൂർവമാണ് വർദ്ധിക്കുന്നത്. These contributions, it is assumed to satisfy various needs and requirements of the organization, providing incentives such as the pay, promotion, job security, etc. Okay. Okay, അപ്പൊ ഇവര് ചെയ്യുന്ന ഈ സംഭാവനകൾക്ക് അല്ലെ തിരിച്ചും അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. എന്റെ പേരിലെ തൊഴിലാളികള് അവരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് അവരുടെ ടൈമും അവരുടെ കഴിവൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് തൊഴിലാളികൾക്കും തിരിച്ചും അല്ലെ അവർക്ക് തൊഴിലുടമ തിരിച്ചും അവരുടേതായിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലെ. അപ്പൊ അവിടെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെ ഇൻസെന്റീവ്സ് പേ, അവരുടെ സാലറിയോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കണം അല്ലെ. അവര് അധികമായിട്ട് വർക്കൊക്കെ ചെയ്യുന്നതിന് അനുസരിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കണം. പ്രൊമോഷൻ, നന്നായിട്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രൊമോഷൻ കൊടുക്കണം. ജോബ് സെക്യൂരിറ്റി അല്ലെ, ജോലിക്ക് സുരക്ഷ ഉറപ്പാക്കണം അല്ലെ. ഇൻ കേസ് ജോലി നഷ്ടപ്പെട്ടു പോയാലും പിന്നീട് അവർക്ക് ആ ഒരു ടൈമില് അല്ലെ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തും അവര് അല്ലെ ചിലപ്പോ വേണമെങ്കിൽ അവരുടെ ആ ഒരു ജീവിത ശരീരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യലി സൗണ്ട് അല്ലെ അതിനൊരു ചെറിയൊരു തട എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷൻസ് അവർക്ക് കൊടുക്കേണ്ടതാണ്.
അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെ റിവാർഡ്സും കാര്യങ്ങളെല്ലാം തന്നെ അവർ ആഗ്രഹിക്കുന്നത് എന്താണോ ഒരു എംപ്ലോയി എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവോ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എംപ്ലോയർ Just as a contribution available from the individual must satisfy the organization needs, the investment must serve the individual needs. Okay. നമുക്ക് അറിയാം നമ്മളിപ്പോ തീർച്ചയായിട്ടും തൊഴിലുടമയും തൊഴിലാളികളും പരസ്പരം യോജിച്ചു പോകണം അല്ലെ ഇരുകൂട്ടരുടെ സംഭാവനകൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ടാണ് ലഭ്യമാക്കി കൊടുക്കണതെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ നന്നായിട്ട് തന്നെ മുച്ചിട്ടു അല്ലെ കാരണം എംപ്ലോയറും സാറ്റിസ്ഫൈഡ് ആണ് എംപ്ലോയറും സാറ്റിസ്ഫൈഡ് ആണ് എംപ്ലോയർക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു ബിസിനസ് ആണെങ്കിലും അത് നല്ല രീതിയിൽ അല്ലെ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ എംപ്ലോയി അവരുടേതായിട്ടുള്ള അല്ലെ അവരുടെ ജീവിത നിലവാരം ഉയർത്തപ്പെടുത്തണമെന്നോ മെച്ചപ്പെടുത്തണമെന്നില്ല അല്ലെ കുറച്ചും കൂടി ഡിഗ്നിറ്റി അന്തസ്സും അല്ലെ അഭിമാനത്തോടെ വികസിപ്പിക്കണമെന്നുണ്ടാവാം അല്ലെ പലതരത്തിലുള്ള നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റീസുകൾ അല്ലെ അവർക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കണമെന്നൊക്കെ ഉണ്ടാവാം അപ്പൊ അത്തരത്തിലുള്ള നീഡ്സുകളൊക്കെ കണ്ടറിഞ്ഞ് അത് മനസ്സിലാക്കി എന്താണ് തൊഴിലുടമ അവർക്ക് വേണ്ടി ലഭ്യമാക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. നമുക്ക് കൺവേ ചെയ്യാം. സൗണ്ട് കുറച്ച് പറയാം. എന്തെങ്കിലും ക്ലിയർ ആവാത്ത എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. Because both the individuals and the organization consider the psychological contract fair and equitable, they will be satisfied with the relationship and will likely continue it. Okay, നമുക്കറിയാം അവിടെ ഇൻഡിവിജ്വൽസും ഓർഗനൈസേഷനും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഈ കോൺട്രാക്ട് അതായത് ഇരുകൂട്ടർക്കും അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം they will be satisfied അല്ലെ ഇരുകൂട്ടരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആ ഒരു ബന്ധം അവര് തുറന്നു കൊണ്ടുപോകാനായിട്ട് അവര് താല്പര്യപ്പെടും അല്ലെ ആൻഡ് വെരി ലൈക്ലി കണ്ടിന്യൂ ചെയ്യും. ഓക്കെ ആ ഒരു ബിസിനസ് ഫേമില് ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോൺട്രാക്ടിന്റെ ബേസിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് സാധിക്കും. If either party comprehended an imbalance or inequity in the contract, it may indicate a change. In case തൊഴിലുടമ ഇവർക്ക് സാലറിയും കൊടുക്കാൻ അല്ലെ അവിടെ ലഭ്യമാക്കാന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. പക്ഷെ അവിടെ കേസ് തൊഴിലാളികളൊക്കെ അല്ലെ അവിടെ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ മതിയായ ബാക്കി കണ്ടീഷൻ ഇല്ല അങ്ങനെ മറ്റു അസൗകര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് ആ ജോലി വിട്ട് വേറെ ജോലി തേടി പോകാനായിട്ട് ശ്രമിക്കും. സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ അല്ലേ? അവര് വിട്ടു പോകാനായിട്ട് താല്പര്യപ്പെടില്ലേ? സാലറി മാത്രമായിരിക്കില്ല അവർ ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ ഏതൊരു തൊഴിലാളിയും ചിലപ്പോൾ വിട്ടുപോകാനായിട്ടുള്ള സന്നദ്ധ ആയിരിക്കും അവിടെ പ്രകടിപ്പിക്കുന്നത്. A major challenge faced by an organization is to manage psychological contracts. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ മാതിരി നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയിനെ കണ്ടെത്തണമെങ്കിൽ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ അപേക്ഷകളൊക്കെ കണ്ടെത്തണം. നല്ല കുറെ അപേക്ഷകളൊക്കെ ഉണ്ടെങ്കിൽ ആ അപേക്ഷകളിൽ നിന്നൊക്കെ നമുക്ക് സെലക്ഷൻ നടത്തി ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടായിരിക്കും സെലക്ട് ഒക്കെ ചെയ്യുന്നത്. ഞാൻ അവർക്ക് ട്രെയിനിങ് ഒക്കെ ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും അവരെ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ എംപ്ലോയർ ഈടാക്കിയിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ എംപ്ലോയിനെ എന്താണ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ വരുന്നതിന് ശേഷം ഇവിടെ തൊഴിൽ ചെയ്തതിന്റെ ഇടയ്ക്ക് ഇവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഈ അന്തരീക്ഷങ്ങൾ കൂടി പ്രകാരം അല്ലെ അവർക്ക് അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാത്ത രീതിയിലൊക്കെ വരുമ്പോൾ അവർ വിട്ടുപോകും.
വീണ്ടും എന്താണ് എംപ്ലോയർക്ക് വീണ്ടും കോസ്റ്റ് ചെലവാക്കി എന്താണ് തൊഴിലാളികളെ കണ്ടെത്തേണ്ട ഒരു ആവശ്യകത വരാനുള്ള സാധ്യതകൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തൊഴിലാളികളെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ആവശ്യം നീഡ്സ് എന്താണോ അത് കണ്ടറിഞ്ഞ് അത് മനസ്സിലാക്കി അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, ഇപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരാണ് അവർക്ക് അനുയോജ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നൊക്കെ ചിന്തിക്കേണ്ടത് അല്ലെ. അതനുസരിച്ചിട്ടാണ് മാനേജറൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തൊരു ഫൈനലൈസേഷനിലൊക്കെ എത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻസ് ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. സോ ഒരു മേജർ ചലഞ്ച് എന്ന് പറയുന്നത്, ഓർഗനൈസേഷനിലെ മേജർ ചലഞ്ച് എന്ന് പറയുന്നത് ഈസ് ടു മാനേജ് സൈക്കോളജിക്കൽ കോൺട്രാക്ട്. ഈ സൈക്കോളജിക്കൽ കോൺട്രാക്ടിനെ മാനേജ് ചെയ്യുക എന്നത് വളരെയധികം ഒരു ചലഞ്ച് നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. കാരണം അവർക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനം തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാം പറയേണ്ടതുണ്ടോ? വീണ്ടും one specific aspect of one specific aspect of managing psychological contracts is managing the personal job fit. Okay, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ one specific aspect of managing psychological contract is managing the personal job fit. ഓക്കെ, ഈ ഒരു സൈക്കോളജിക്കൽ കോൺട്രാക്ട് ഒക്കെ ആണെങ്കിലാണ് ആ ജോലിക്ക് ആ പേഴ്സൺ ഫിറ്റ് ആവുള്ളത്. കാരണം അവരെ സാറ്റിസ്ഫൈ ചെയ്ത് വർക്ക് ചെയ്താൽ എന്താ പ്രത്യേകത? നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ അവർ സ്പീഡിലൊന്നും വർക്ക് ചെയ്യില്ല അല്ലെ. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടായിരിക്കും അവര് ഔട്ട്കംസ് ഉണ്ടാക്കുന്നത്. സോ അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയ ആ ജോലിക്ക് ഫിറ്റ് ആണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. The person job fitting is extended to which the support made by the individual matches the encouragement offered by the organization. Okay. അപ്പൊ നമുക്കറിയാം മാച്ച് ആയിട്ടുള്ള എംപ്ലോയീസിനെ അതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടത് ഓർഗനൈസേഷനിലെ ഏതൊരു എംപ്ലോയി ആണോ ആ എംപ്ലോയിക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെ ആ ജോലി തന്നെയാണ്, അല്ലെങ്കിൽ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള എംപ്ലോയിയാണ് അവിടെ കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. In theory, each employee has a specific set of needs to fulfill and a set of job related behaviors and abilities to contribute. Okay, നമുക്ക് ഇതില് ആ ഒരു തിയറിയിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവര് അല്ലെ ഏതൊരു എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് സെറ്റ് ഓഫ് നീഡ്സ് അല്ലെ ആ എംപ്ലോയിയുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. If the organization can take complete benefits of those behaviors and abilities and exactly fulfill the employees' needs, it will have achieved a perfect person job fit. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്കറിയാം ചില പേഴ്സൺസ് കൂടുതൽ എന്താണ് പേയ്മെന്റ്സ് ആയിരിക്കും ആഗ്രഹിക്കുന്നത്. ചിലർക്ക് എന്താണ് ഫിനാൻഷ്യലി സൗണ്ട് ഒക്കെ ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് പേയ്മെന്റ്സിനേക്കാൾ ഉപരി എന്താണ് മറ്റു പല കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അവർക്ക് സ്ട്രെസ് ഒന്നും ഇല്ലാത്ത രീതിയിലൊക്കെ വർക്ക് ചെയ്യണം വേണം അല്ലെ. സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് വേണം, അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽപ്പുള്ള ഒരു അന്തസ്സുള്ള ജോലിയിലുള്ള ഒരു ഡിഗ്നിറ്റി വേണം. അങ്ങനെയൊക്കെ കുറെ ആഗ്രഹങ്ങളായിരിക്കും. അപ്പൊ ഈ എംപ്ലോയീസിന്റെ നീഡുകൾ എന്താണെന്നുള്ളത് ഗ്രഹിച്ച് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ ഓരോ എംപ്ലോയീസിനും എന്താണോ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് ജോബ് ഫിറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ആ ജോലിക്ക് ചിലപ്പോഴെങ്കിൽ ചില വ്യക്തികളൊക്കെ നമുക്കറിയാം അവര് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ ആയിരിക്കും, സാലറി ഒക്കെ ആയിരിക്കും. പക്ഷെ എന്താണ് വരുന്ന മാറ്റങ്ങളൊക്കെ ആ ഒരു ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യും. പക്ഷെ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഒന്നും അവർക്ക് കൊടുക്കില്ല. അപ്പൊ അവർക്ക് എന്താണ് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. കാരണം അവര് എപ്പോഴും റിസ്ക് എടുത്ത് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. സോ അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം അല്ലെ. അപ്പൊ എന്താണോ ഓരോ എംപ്ലോയിക്കും ആവശ്യം അത് മനസ്സിലാക്കി കൊടുക്കാം. ചിലപ്പോ പുതിയ മെഷീൻസ് അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതനുസരിച്ചിട്ട് അവർക്ക് ട്രെയിനിങ് ആയിരിക്കാം ആവശ്യം, അതല്ലെങ്കിൽ ഇൻസെന്റീവ്സ് ആയിരിക്കാം, പ്രൊമോഷൻ ആയിരിക്കാം. എനിവേ എന്താണോ ആ ഒരു കൺട്രിബ്യൂട്ടർ അല്ലെ ആ ഒരു എംപ്ലോയി ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ പേഴ്സൺ ആ ജോലിക്ക് ഫിറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ?
scaling. Okay. Then we, of course, such a process and the level of a person job of it is infrequently achieved due to various reasons such as the imperfect selection procedure, different individual skills, constant change in the needs and requirements of the people and organization, etc. Okay, നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജോലിക്ക് ഫിറ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഈ കേസ് നമുക്കറിയാം, നമ്മളിപ്പോ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തിയത് ഇംപ്രോപ്പർ ആണെങ്കിൽ നമുക്കറിയാം ആ പേഴ്സൺ ചിലപ്പോൾ ടെക്നോളജി അല്ലെ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺ ആയിരിക്കണം, അല്ലെങ്കിൽ അതനുസരിച്ച് ക്ലാരിഫൈ വേണം, സ്പീഡ് വേണം എന്നൊക്കെയുള്ള ടെസ്റ്റിംഗ് കാര്യങ്ങളൊന്നും നോക്കാതെയാണ് കൊല്ലം അപ്പോയിന്റ്മെന്റ് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഫിറ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ സ്കിൽസ് അല്ലെ, കഴിവുകള് എല്ലാം കാര്യം ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉള്ള പേഴ്സൺസിനായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിലും ഫിറ്റ് ആയിട്ടുള്ള ജോലി അവർക്ക് അനുയോജ്യമായിട്ടുള്ള ജോലി ആയിരിക്കില്ല ലഭ്യമാക്കാനായിട്ട് പറ്റും. പിന്നെ അതേമാതിരി തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതനുസരിച്ചിട്ട് അല്ലെ, നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ അല്ലെ, ഓർഗനൈസേഷനിൽ അവിടെ ആ പീപ്പിൾ എന്താണോ എന്തൊക്കെ കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത് അതും അവർക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഫിറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. അപ്പൊ നമ്മള് എന്ത് പറയണം, കുറെ സാഹചര്യങ്ങളും പല എന്താ പറയണ സിറ്റുവേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ. ജോലിക്ക് പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയിനെ കണ്ടെത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അല്ലെ. അവിടെ സെലക്ഷൻ പ്രൊസീജിയർ നേരാവണ്ണം നടത്തിയാൽ മാത്രമാണ് ഫിറ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എക്സ്പീരിയൻസും സ്കില്ലൊക്കെ ഉള്ള പേഴ്സൺസിനെ തന്നെ കണ്ടെത്തിയാൽ മാത്രമാണ് ജോബ് ഫിറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി ആ എംപ്ലോയീസിന് ആവശ്യങ്ങൾ കൂടി കണ്ടാൽ കുറെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഏതെങ്കിലും ഒരു പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ ജോലിക്ക് പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും അല്ലെ എല്ലാ കാര്യങ്ങളും അനുയോജ്യമായിരുന്നു. സെലക്ഷൻ പ്രൊസീജിയറും സ്കില്ലൊക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ നേഴ്സ് ഒക്കെ മനസ്സിലാക്കി കണ്ടതിനെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴെല്ലാം ഓക്കെ പെർഫെക്റ്റ് ആണെന്ന് മാത്രമാണ് ആ പേഴ്സണെ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Thus, the behavior of individual in organization is the primary concern of a management, and it is essential that the managers have an comprehension of the factors influencing the behavior of the individuals they manage. Okay, അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇൻഡിവിജ്വൽ ഇസ് ഓർഗനൈസേഷൻ ഇസ് ദ പ്രൈമറി കൺസേൺ ഓഫ് മാനേജ്മെന്റ് അല്ലെ. ഈ പറഞ്ഞ മാതിരി ഈ ബിഹേവിയർ കണ്ടെത്തുക, ഈ ഓരോ ഇൻഡിവിജ്വലിന്റെയും ഈ വ്യക്തിത്വ മനോഭാവങ്ങളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് അല്ലെ. കാരണം ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് മാനേജേഴ്സ് ഹാവ് ആൻ കോംപ്രഹെൻഷൻ ഓഫ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ ദേ മാനേജ്. കാരണം നമുക്കറിയാം ഇൻഡിവിജ്വലിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാലാണ് അവർ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ, അവരെ നന്നായിട്ട് വർക്ക് ചെയ്ത് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. Then the following figure identifies a 5 set of factors that have an impact upon an individual behavior in organization. അപ്പൊ ഇവിടെ 5 set of factors ഇവിടെ പറയുന്നുണ്ട് ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ളത്. അത് എന്താണെന്ന് നോക്കാം. The nature of individual difference. Individual difference are personal attributes that vary from one person to another. അപ്പൊ അവിടെ പറയുന്നുണ്ട് അല്ലെ, അവിടെ ഓരോ വ്യക്തിത്വ ഗുണങ്ങൾ വ്യത്യസ്തമാണ് അല്ലെ. ഓരോ പേഴ്സന്റെയും വ്യക്തിത്വ ഗുണങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് മേ ബി ഫിസിക്കൽ ആൻഡ് എന്താണ് സൈക്കോളജിക്കൽ ഡിഫറൻസ്, അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും പിന്നെ അതേമാതിരി തന്നെ സാമ്പത്തികമായിട്ട് അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഏതൊരു ഓർഗനൈസേഷനിലും എംപ്ലോയി ആയിട്ട് വരുന്നത്. സോ ഇൻഡിവിജ്വൽ വ്യക്തിത്വ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മാനസികമായിട്ടും അതേമാതിരി തന്നെ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നതോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ അവര് ശമ്പള കാര്യത്തിൽ പ്രത്യേകതകൾ ആഗ്രഹിക്കുന്നവരായിരിക്കും. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെയും വ്യക്തിത്വങ്ങള് വ്യത്യസ്തമായിരിക്കും അല്ലെ. വ്യത്യസ്തമായിരിക്കും, പേഴ്സണാലിറ്റി വ്യത്യസ്തമായിരിക്കില്ലേ. ചില അല്ലെ എല്ലാവരുടെയും പേഴ്സണാലിറ്റികൾ വ്യത്യസ്തമായിരിക്കും. ആറ്റിറ്റ്യൂഡ്സ് നിലപാടുകൾ വ്യത്യസ്തമായിരിക്കും അല്ലെ. ഞാൻ എടുക്കുന്ന നിലപാടായിരിക്കില്ല മറ്റൊരാൾ എടുക്കുന്നത് അല്ലെ.
ചിലര് കർശന നിലപാടായിരിക്കാം, ചിലര് കുറച്ചും കൂടി അയവ് വരുന്ന നിലപാടുകളായിരിക്കും ചില കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾക്ക് ഭയങ്കര കർശന നിലപാടുകളൊക്കെ എടുക്കുന്നവരുണ്ടാവും. മോട്ടിവേഷൻ ആണെങ്കിലും പ്രേരക ഘടകങ്ങൾ അല്ലെ, എനിക്ക് പ്രേരകമായിട്ടുള്ള ചില ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വ്യത്യസ്തമായിരിക്കും. ഒരാൾക്ക് വീടിനോട് അടുത്ത് ചേർന്ന് ഒരു ജോലി വേണമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊരു ആളുടെ ആവശ്യം എന്ന് പറയുന്നത് കുറച്ച് സാലറി അല്ലെ, ഇൻകം നേടിയെടുക്കാം, ഫിനാൻസ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നായിരിക്കാം. അതല്ലെങ്കിൽ സ്ട്രെസ് ഇല്ലാത്ത ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മോട്ടിവേഷൻ ആയിരിക്കും. ലേണിംഗ് അവരുടെ പഠന കാര്യങ്ങളാണെങ്കിലും വ്യത്യസ്തമായിരിക്കും. പെർസെപ്ഷൻ ധാരണകളാണെങ്കിലും വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിയെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക, എന്റെ മനോഭാവം ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക, എന്റെ എന്താണ് വ്യക്തിത്വമായിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക അല്ലെ, എല്ലാം വ്യത്യസ്തമായിരിക്കും. എന്റെ അറിവായിരിക്കില്ല മറ്റുള്ളവർക്ക് ഉണ്ടാവുക, എന്റെ ധാരണകളായിരിക്കില്ല മറ്റുള്ളവർക്ക് ഉണ്ടാവുക അല്ലെ. എനിക്ക് കുറച്ച് ചിലപ്പോ ഇതിനെ കുറിച്ചിട്ട് ഇത്രയും ധാരണയേ ഉള്ളൂ, കാരണം എനിക്ക് ഇത്രയും ലേണിങ്സേ ഉള്ളൂ, അറിവേ ഉള്ളൂ. സോ അതായിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് അല്ലെ. മറ്റൊരു വ്യക്തിക്ക് കുറച്ച് ഒരുപക്ഷെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ എടുക്കുമ്പോൾ സെയിം ആയിരിക്കും, പക്ഷെ ചില അല്ലെ പൊതു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കുറച്ചും കൂടി ലേണിങ്സ് കൂടുതലായിരിക്കും. വ്യത്യസ്തം ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടാവില്ലേ? അതെല്ലാം വ്യത്യസ്തമാണ് അല്ലെ, നമ്മളത് അംഗീകരിച്ചേ പറ്റൂ അല്ലെ. അപ്പൊ എല്ലാവരും വ്യത്യസ്തരാണ്. വ്യക്തിത്വം, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ, ലേണിംഗ്, പെർസെപ്ഷൻ ഒക്കെ ഉള്ളവരാണ്. ഫിസിക്കൽ ഡിഫറൻസ് എടുത്ത് നോക്കിയാലും നമുക്കറിയാം ബോഡി ഷേപ്പ് എല്ലാവരും വ്യത്യസ്തമാണ്. ഹൈറ്റ്, വെയിറ്റ്, കംപ്ലക്ഷൻ, അപ്പിയറൻസ് ഒക്കെ എല്ലാം വ്യത്യസ്തമാണ് അല്ലെ. നമുക്കറിയാം ചിലവർക്കൊക്കെ ചില തൊഴിലുകൾക്കൊക്കെ ഈ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ, ആവശ്യമായിട്ട് വരില്ലേ? ഫിസിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള തൊഴിലുകളില്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് അറിയേണ്ടതാണ് അല്ലെ. ഒരു ജോലിക്കും അനുയോജ്യമായിട്ട് ചിലപ്പോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ചിലതിന് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചിലതിന് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസസ് ആയിരിക്കും ആവശ്യമായിട്ട് വരും. അപ്പൊ ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും ഏതൊരു വ്യക്തിയെ നമ്മൾ കണ്ടെത്തുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. At any time, an organization attempts to assess individual differences among its employees. It must consider the situation in which behavior occurs. Okay. ഇതില് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലെ, അത് എപ്പോഴും വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഏതൊരു എംപ്ലോയി, ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും എംപ്ലോയീസിനെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഈ വ്യത്യസ്തങ്ങളും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. It must consider the situation in which behavior occurs. അല്ലെ, ഇത് മസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ബിഹേവിയർ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അല്ലെ. ഇപ്പോ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ചിലർക്ക് ചിലത് ശാരീരികാവസ്ഥകൾ അല്ലെ, പെട്ടെന്ന് എന്താ പറയാ ഒരു ആക്സിഡന്റൽ ആയിട്ടുള്ള ഒരു കേസ് കൊണ്ടുവരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ത്രാണിയില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കറിയാം അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെ. അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഹൈ ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ തലവണി വീഴുന്ന ഒരു പേഴ്സൺ ആണ് അവിടെ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെ. അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ശേഷി, ഒരു പവർ ആവർത്തിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്കറിയാം ഇവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണമെന്നുള്ള മറ്റു കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സോ മനസ്സിലാക്കുക, ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് കണ്ടറിഞ്ഞിട്ടാണ് അവരെ ഓരോ ക്വസ്റ്റ്യനിലേക്കൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് പാടുള്ളൂ. Individuals who are gratified in one context may prove to disgruntled in another context. ചിലതെല്ലാം എന്താണ് അവര് സ്വീകരിക്കും അല്ലെ, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവര് താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും. ചിലതൊക്കെ അവര് താല്പര്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അപ്പൊ എംപ്ലോയിയുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ടത് കാര്യമാണ്. Then assessing both individual difference and the contribution in relation to inducements and the context, then is match changes of for an organization as they attempt to establish effective psychological contacts with their employees and achieve optimal first between people and job. അപ്പൊ ഈ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു വ്യക്തിക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കണ്ടറിയണം, അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവർ തെരഞ്ഞെടുക്കുക എന്നൊക്കെ ഉള്ള കാര്യം പറ്റും. അതല്ലെങ്കിൽ അവര് ചിലപ്പോൾ ജോലിയൊക്കെ ഇട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതുമാതിരി തന്നെ ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി രേസുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട്
മനസ്സിലാക്കി തന്നെ വേണം അവർക്ക് ജോലി അലോട്ട് ചെയ്ത് കൊടുക്കാൻ. സോ അത് ഗ്രഹിക്കുക എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അല്ലെ. ഇപ്പൊ ബിഹേവിയറലായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് വെച്ച ഒരു ഘടകം തന്നെയാണ്. ആണോ? ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കാനൊക്കെ എളുപ്പം സാധിക്കും അല്ലെ. അത് നമുക്ക് എന്താ പറയാ, നമ്മുടെ കയ്യിലുള്ള ആ എവിഡൻസ് വെച്ച് നമുക്ക് നോക്കാം. അതേസമയം ഓരോ വ്യക്തികളുടെ ഈ മനോഭാവങ്ങളും ആഗ്രഹങ്ങളും അല്ലെങ്കിൽ സവിശേഷതകൾ അല്ലെ വ്യക്തിത്വങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ബിഹേവിയറലായിട്ടുള്ള പെരുമാറ്റ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? പറഞ്ഞ വസ്തുതകളൊക്കെ ശരിയാണോ? ബിഹേവിയറൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോ ഒക്കെയാണ്. നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫ് കൂടി നോക്കാം. Individual differences make the manager's job endlessly challenging. Okay, അപ്പൊ ഇൻഡിവിജ്വലിന്റെ ഈ ഡിഫറൻസസുകൾ അത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് മാനേജേഴ്സിനെ സംബന്ധിച്ച് ഒരു അവസാനമില്ലാത്ത ഒരു വെല്ലുവിളി തന്നെയാണ്. ഒരു എന്താ പറയണ, അത് ഓരോ വ്യക്തിയെ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു പരിപാടി തന്നെയാണ് അല്ലെ. In fact, according to recent research, variability among workers is substantial at all levels, but increase dramatically with job efficacy. Okay, നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷെ യഥാർത്ഥത്തില് റീസെന്റ് റിസർച്ച് നമ്മുടെ ഗവേഷണം മനസ്സിലാക്കിയ ഒരു കാര്യം സബ്സ്റ്റാൻഷ്യൽ അറ്റ് ഓൾ ലെവൽ ഓഫ് ബട്ട് ഇൻക്രീസ് അല്ലെ. ഇവിടെ വേരിയബിലിറ്റി എല്ലാവരിലും ഉണ്ട്, വ്യത്യസ്തത എല്ലാവരിലും ഉണ്ട്. ബട്ട് ഇൻക്രീസസ് ഡ്രാമാറ്റിക്കലി വിത്ത് ജോബ് ഇൻട്രിക്കസി. പക്ഷെ അവിടെ സങ്കീർണമായിട്ടുള്ള ഈ ഒരു കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ചിലതൊക്കെ വെച്ച് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നത് തന്നെയാണ്. Due to this reason, growing workforce diversity compels managers to view individual differences in a fresh way. Okay, നമ്മള് ഇപ്പോ വർക്കേഴ്സിന്റെ ആ വളർച്ച അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോഴല്ലേ അവരെ നമുക്ക് എക്സ്പീരിയൻസും അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന തലത്തിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അവരുടെ ധാരണകൾ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അവരുടെ പേഴ്സണാലിറ്റി ഇതൊക്കെ ഗ്രഹിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ലീഡേഴ്സ് നോ ടോക്ക് ഫ്രീക്വന്റ്ലി അബൌട്ട് valuing difference and learning to manage diversity. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ലീഡേഴ്സ് നൗ ടോക്ക് ഫ്രീക്വന്റ്ലി അബൌട്ട് വാല്യൂ ഡിഫറൻസ് അല്ലെ. മൂല്യത്തോട് കൂടിയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അത് വൈവിധ്യങ്ങളാണ് എന്നും അത് മനസ്സിലാക്കി എടുക്കാൻ
ഉള്ള സാഹചര്യങ്ങളുണ്ട്. സോ rather than limiting diversity as in the past, today's managers need to better understand and accommodate employee diversity and individual difference. ഓക്കെ, അപ്പൊ ഈ കാലഘട്ടത്തിലെ മാനേജേഴ്സ് പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എംപ്ലോയീസിന്റെ ഈ വൈവിധ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ ഈ ഡിഫറൻസിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണകളിൽ എത്തിയിട്ടാണ് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള തൊഴിലുകളൊക്കെ കണ്ടെത്തി ലഭ്യമാക്കി കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് അധികം പോകണ്ട. അതായത് പ്രശ്നം ബ്രേക്ക് ചെയ്ത് അല്ലേ, അത്യാവശ്യം സ്പീഡിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒന്നും ക്യാച്ച് ചെയ്യാത്തൊരവസ്ഥ വരും. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ഇന്ന് എടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഫൗണ്ടേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണ്. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? അവിടെ ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോയേരെ. അതായത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസസ് എന്തൊക്കെ പെടാം, അതുപോലെ തന്നെ ഫിസിക്കൽ ഡിഫറൻസസ് ഒക്കെ എന്തൊക്കെയാണ്, ഇങ്ങനെ അല്ലെ, ഇത്തരത്തിലുള്ള 5 സെറ്റ്സ് ഓഫ് ഫാക്ടേഴ്സ് അത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ലാസ്റ്റ് ഒരു ഭാഗം വെറുതെ നോക്കാനുള്ളതാണ്. ചെക്ക് യുവർ പ്രോഗ്രസ്, റൈറ്റ് യുവർ ആൻസർ ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ, കമ്പയർ യുവർ ആൻസർ വിത്ത് വൺ ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദ യൂണിറ്റ്. അതായത് വാട്ട് ആർ ദ ഫിസിക്കൽ ആൻഡ് എന്താണ് സൈക്കോളജിക്കൽ ഡിഫറൻസസ്, എന്താണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസസ് എന്താണത് അവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അത് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസും ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസും ഓരോ വ്യക്തിയിലെയും. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? Human behavior, a combination of response to dash stimuli എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വന്നതൊക്കെ വായിച്ചു നോക്കി ക്ലിയർ ആണ്. എങ്കിലും ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണ് വന്നതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അതിൽ പൊതുവെ കാണാനുള്ളത് അല്ലെ, കോമ്പിനേഷൻ റെസ്പോൺസ് ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്റ്റിമുലി അല്ലെ, അവിടെ ആ ഒരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ അല്ലെ അവിടെ കൃത്യമായിട്ട് തന്നെ ഇൻഡിവിജ്വല് റെസ്പോണ്ട് ചെയ്യുന്നത്. പിന്നെ അതേമാതിരി തന്നെ അദ്ദേഹം അല്ലെ അവിടെ കേർട്ടിൽ ഇവൻ conducted considerable research into human behavior and its causes. അദ്ദേഹത്തിന്റെ ബിലീഫ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ നമ്പർ ഓഫ് ഡൈവേഴ്സ്ഡ് ഫാക്ടേഴ്സ്, ഡൈവേഴ്സിഫൈഡ് ഫാക്ടേഴ്സ്, ബോത്ത് ജനറ്റിക് ആൻഡ് എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലെ, അത് അപ്പൊ ഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇവിടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോൺടാക്ട് നമുക്കറിയാം.
അതൊരിക്കലും എന്താണ് റിട്ടേൺ ഡൗൺ അല്ലെ ലീഗൽ കോൺട്രാക്ട് പോലെ റിട്ടേൺ ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേമാതിരി തന്നെ ഇൻഡിവിജ്വൽ മേക്സ് അല്ലെ വെറൈറ്റി ഓഫ് കോൺട്രിബ്യൂഷൻ. ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് അവർ കൊടുക്കുന്നത്? അവരുടെ എഫേർട്ട്, സ്കിൽ, എബിലിറ്റി, ടൈം, നോളജ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷനിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? പേയും പ്രൊമോഷനും ജോബ് സെക്യൂരിറ്റിയും അവര് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ അവിടെ പ്രധാനമായിട്ടുള്ള ചാലഞ്ചസ് എന്ന് പറയുന്നത് മാനേജ് സൈക്കോളജിക്കൽ കോൺടാക്ട് ഏർപ്പെടാനായിട്ട് ബുദ്ധിമുട്ടേറിയ ഒരു ചലഞ്ച് തന്നെയാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ വീണ്ടും നമുക്കറിയാം ജോബ് ഫിറ്റിന് വേണ്ടിയിട്ട് അനുയോജ്യമാക്കുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ സെലക്ഷൻ ക്രൈറ്റീരിയ മുതൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമുണ്ട്. Selection procedure, define individual skills, consent changes in the needs and the requirements of the organization. ഇതെല്ലാം ശ്രദ്ധിക്കണം അല്ലെ. ഇനി നമ്മൾ കണ്ടു എന്താണ് പലതരത്തിലുള്ള അല്ലെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് കണ്ട് ഫിസിക്കൽ ഡിഫറൻസുകൾ എന്താണെന്നുള്ളത് കണ്ടു. അതിന്റെ കണ്ടുള്ള വരുന്ന പോയിന്റ്സ് നോട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമാണ് എന്താണ് മേജർ ചലഞ്ചസിനെ പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ചലഞ്ചസ് ആണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് മേക്കിംഗ് ദ മാനേജേഴ്സ് ജോബ് എൻഡ്ലസ്ലി ചാലഞ്ചിങ് ഫാക്ടർ അക്കോർഡിംഗ് ടു റീസെന്റ് റിസർച്ച് വെറൈറ്റി ഓഫ് അവിടെ കൃത്യമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മേജർ ചലഞ്ചസ് ഓഫ് ഓർഗനൈസേഷൻ ആസ് ടു അറ്റംപ്റ്റ് ടു എസ്റ്റാബ്ലിഷ് എഫക്റ്റീവ് psychological contacts with their employee and achieve optimal fit between the people of job. Okay. എന്തായാലും അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു ഭാഗത്തുനിന്നും തന്നെ വരില്ലല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്രം പിടികിട്ടിയിട്ടുണ്ട് അല്ലെ എന്താണെന്നുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, താങ്ക് യു.